എറണാകുളത്ത് വിപിൻ എന്ന് പറയുന്ന ഒരു ഊബർ ഡ്രൈവർ ഉണ്ട്. അപ്പൊ അദ്ദേഹം വളരെ പങ്ക്ച്വലാണ്, കറക്റ്റ് ടൈമിന് എവിടെയാണെങ്കിലും എത്തും. വളരെ സേഫ്റ്റി ആയിട്ട് വണ്ടി ഓടിക്കത്തുള്ളൂ. വണ്ടി നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് കൊണ്ടു നടക്കുന്ന ആളാണ്. ഇതൊക്കെ ശരിയാണെങ്കിൽ കൂടി ഇദ്ദേഹത്തിന് എപ്പോഴും ഊബർ റേറ്റിംഗ് വളരെ കുറവാണ്. അപ്പൊ അതിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സെന്റർ മിററിലൂടെ അതിന്റെ അകത്തിരിക്കുന്ന കസ്റ്റമേഴ്സിനെ ഇടയ്ക്കിടയ്ക്ക് നോക്കും. ഇത് മാത്രമല്ല, ഈ കസ്റ്റമേഴ്സിനോട് പേഴ്സണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അവരോട് ചോദിക്കുകയും ചെയ്യും. ഇത് കസ്റ്റമേഴ്സിന് താല്പര്യം വരുന്നില്ല. അതുകൊണ്ടാണ് അവർ ഈ ഊബർ റേറ്റിംഗിൽ ഇയാളെ താത്തി ഇടുന്നത്. പക്ഷെ ഇത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ പിന്നെ ഇയാളത് ഈ സ്വഭാവം മാറ്റി നല്ല റേറ്റിംഗ് ഉണ്ടാക്കുകയും ചെയ്തു. അപ്പൊ ഇതേപോലെ നിങ്ങൾ എത്ര കഴിവുള്ള വ്യക്തിയാണെങ്കിൽ പോലും, നിങ്ങളൊരു ബിസിനസ് എന്ന് പറഞ്ഞ ഒരു ജേണി ആണല്ലോ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും മാറ്റം വരുത്തേണ്ടതായിട്ടുള്ള ഒരു 3 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്, നോട്ട് എംപവറിങ് ദ ടീം. നിങ്ങൾക്കൊരു ടീം ഉണ്ടായിരിക്കും. ആ ടീം എപ്പോഴും നിങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് നമ്മൾ ചിന്തിക്കരുത്. എന്തിന് ആർക്ക് എന്തൊരു ഡൗട്ട് ഉണ്ടെങ്കിലും എല്ലാം നിങ്ങളുടെ അടുത്തേക്ക് മാത്രമാണ് വരുന്നതെങ്കിൽ ഒരിക്കലും ഈ ടീമിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എംപവറിങ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം അങ്ങനെ അവരെ വളർത്തി വലുതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയേ പറ്റൂ. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, അവോയ്ഡിങ് ഡിഫിക്കൽട്ട് കോൺവെർസേഷൻ. പല സമയത്തും ബിസിനസ്സിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും. അത് ഓഫീസിൻ്റെ അകത്തായിരിക്കും, ചിലപ്പോൾ പുറത്തായിരിക്കും. പക്ഷെ ആ സിറ്റുവേഷൻസ് കൃത്യമായി ഡീൽ ചെയ്യാനും അവിടെ സംസാരിക്കാനും നിർബന്ധമായിട്ടും ശ്രമിച്ചേ പറ്റൂ. ആ സമയത്ത് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കഴിഞ്ഞാൽ ഈ ഒരു ഇഷ്യൂ വീണ്ടും വീണ്ടും കൂടെയുള്ളൂ. അത് ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അവിടെ നമുക്ക് സംസാരിക്കേണ്ട സമയത്ത് സംസാരിച്ചേ പറ്റൂ. മൂന്നാമത്, നോ വിഷൻ കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾ നല്ല വിഷനുള്ള വ്യക്തിയായിരിക്കും, നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഐഡിയ ഉണ്ടാവും. പക്ഷെ അത് നിങ്ങളുടെ ടീം അംഗങ്ങളുടെ അടുത്ത് നിങ്ങൾ സംസാരിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം. അവർക്ക് കൂടി നിങ്ങളുടെ വിഷൻ മനസ്സിലാവുന്നുണ്ടോ എങ്കിൽ മാത്രമേ അവർ നിങ്ങളെ ഫോളോ ചെയ്യുള്ളൂ. ഈ 3 കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും ഒരുപക്ഷെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ നിങ്ങളിത് ബിസിനസ് സ്റ്റാർട്ട് ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വളരെ ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും നിങ്ങൾക്ക് ആവശ്യമുണ്ട്. മാത്രമല്ല, സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ ആൾക്കാർക്ക് നിർബന്ധമായിട്ടൊന്ന് സിസ്റ്റമാറ്റിക് ആക്കാനോ സ്കെയിലബിൾ ആക്കാനോ ഒക്കെ സപ്പോർട്ട് ലൈഫ് ടൈം ആവശ്യമുണ്ടാവും. അപ്പോൾ അതിനൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. താഴത്തുള്ള ഒരു വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിനകത്തൊന്ന് മെസ്സേജ് അയയ്ക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.